ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ഓ അതിനെന്താ, അമ്മയുടെ പ്രാർത്ഥന ഇപ്പോഴും ഉണ്ടാവും. അമ്മ എനിക്ക് മുത്തിനെ ഇഷ്ടം, കെട്ടിച്ചേരും. മുത്തിനെ എനിക്ക് ഇഷ്ടാ, കെട്ടിച്ചേരാവോ? എന്ത് ഒച്ചത്തി പറഞ്ഞേ? മുത്തിനെ എനിക്ക് ഇഷ്ടമാ, കെട്ടിച്ചേരാവോ? മോനെ അവക്ക് 10-18 വയസ്സായിട്ടുള്ളൂ. ജൂലൈ 4, 2005. ഇപ്പൊ വേണ്ട, ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് മതി അമ്മേ. അമ്മ ഈ കൈ ഒന്നിന്റെ ഹൃദയത്തോട് വെച്ച് നോക്കിയേ, മൊത്തം അവളാ. അമ്മ കാണാൻ പറ്റുന്നില്ലേ അത്? ചെറുക്ക കൈ വിട്ടെ. നീ എന്ത് ധൈര്യത്തിൽ ഇവിടെ പെണ്ണ് ചോദിച്ചോണ്ട് വന്നത്? ഞാൻ ആന്റി അല്ലേ, അമ്മേടെ അടുത്ത് ഞാൻ സംസാരിച്ചു. അമ്മേടെ അടുത്ത് ആന്റി ആണെങ്കിലും ഞാൻ അവളുടെ അമ്മേനെ പോലെ തന്നെയാ. അപ്പോഴീ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ലില്ലി ഇവിടെ ഉണ്ടായിരുന്നു. ലില്ലി പറഞ്ഞായിരുന്നു ലല്ലുവിന്റെ കാര്യം. ലല്ലുവിന്റെ എന്ത് കാര്യം? അതൊന്നുമില്ല മോനെ, മുത്തിനു കൊണ്ടേ ലല്ലുവിനൊന്ന് ആലോചിച്ചു. അതെങ്ങനെ ശരിയാവും? എന്ത് ശരിയാ? അത് നടക്കൂല. മുത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാ. ഇവനോ ജോലിയും കൂലി ഇല്ലാതെ വായി നോക്കിക്കൊണ്ട് നടക്കണ ഈ ലല്ലുവിൽ എന്ത് ജോലിയാണോ? അവന് 10-50,000 പുറത്തുണ്ട് ശമ്പളം. നിനക്ക് ഇവിടെ 10 രൂപ കിട്ടുവോ? ബഹളം. എന്താ ബഹളം? മുത്തേ പറഞ്ഞു കൊടുക്ക്, ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക്, നമ്മൾ 3 വർഷമായിട്ട് പ്രണയത്തിലാണെന്നുള്ള കാര്യം. പ്രണയോ? മോക്ക് ലല്ലുവിനല്ലേ ഇഷ്ടം? എനിക്ക് ലല്ലു ചേട്ടനെ ഒന്നും ഇഷ്ടമല്ല, എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. എന്തെന്ന് അതിനാണ് ഇവിടെ അടി? രണ്ടുപേരുവേ നിനക്ക് കല്യാണാലോചനയായിട്ട് വന്നതാ. എനിക്കാ? നിനക്കിപ്പോ ഇവനെ കെട്ടണോ ലല്ലുവിനെ കെട്ടണോ? നിങ്ങക്കൊക്കെ എന്താണ്? ചിന്തിക്കുന്ന പോലും ഉള്ളു കല്യാണത്തിനെ കുറിച്ച്. ഞാൻ അഥവാ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഞാൻ കെട്ടും, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോ കെട്ടൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും മുത്തേ? ചേട്ടൻ എന്നെയും കാട്ടി നല്ല പെണ്ണിനെ കിട്ടും, ഉറപ്പാണ്. ലല്ലു ചേട്ടനും കിട്ടും. തീരണ്ടായില്ലോ, നമുക്ക് പോയാലോ? ചെല്ല്. പോട്ടെ പോട്ടെ. ആ പോയ വിഷയം ഇനിയെങ്കിലും എഴുതിയെടുക്കണം കേട്ടോ. അത് നോക്കണ്ട, ബാ. ശരി ചേട്ടാ. ലല്ലുവിനോടും വിളിച്ച് പറഞ്ഞേക്ക്. പോട്ടാ തങ്കം. ഓ ശരി.